പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിനം മുഴുവനും കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ചതിന് അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ യാത്രകളിലും നമ്മളുടെ മറ്റുള്ളവരുമായിട്ടുള്ള കണ്ടുമുട്ടലുകളിലുമെല്ലാം അവിടുത്തെ കൃപ നമ്മെ പൊതിഞ്ഞ് സംരക്ഷിച്ചതിനും വഴി നടത്തിയതിനും എല്ലാം നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. നമ്മുടെ കുടുംബത്തെ ഇന്ന് ചെറുതും വലുതുമായ കാര്യങ്ങളിലെല്ലാം കർത്താവ് അനുഗ്രഹിച്ചതിന് നമുക്ക് നന്ദി പറയാം കേട്ടോ. ഇന്ന് ഉറങ്ങാൻ പോവല്ലേ? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ചെയ്ത നന്മകൾക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മൾ ചെയ്ത നന്മകൾക്ക് നമുക്ക് എപ്പോഴാണ് നന്മ ചെയ്യാൻ കഴിയുക? കർത്താവ് നമുക്ക് കൃപ തരുമ്പോഴാണ് നമുക്ക് നന്മ ചെയ്യാൻ കഴിയുക. കർത്താവെ, എൻ്റെ സഹജീവികളെ സ്നേഹിക്കാൻ, എൻ്റെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, സഹായിക്കാനൊക്കെ ഇന്ന് എനിക്ക് അവസരം തന്നതിന് നന്ദി. അതോടൊപ്പം തന്നെ ഇന്ന് സംഭവിച്ചു പോയിട്ടുള്ള പിഴവുകളെക്കുറിച്ചൊന്ന് ഓർക്കാമോ? ഇന്ന് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ചൊന്ന് ഓർക്കാമോ? വാക്കാൽ നിൻ്റെ സഹോദരങ്ങളെ വേദനിപ്പിച്ചു പോയ അവസ്ഥകൾ, നിൻ്റെ ചിന്തയാൽ നിനക്ക് വന്നു പോയിട്ടുള്ള പിഴവുകൾ, ഉപേക്ഷയാൽ, അതായത് നിനക്ക് സഹായിക്കാമായിരുന്നിട്ട് നീ സഹായിക്കാതിരുന്ന അവസ്ഥകൾ എല്ലാം ഒന്ന് ഓർക്ക്, ഈശോയിലേക്ക് കൊടുക്ക്. കാരണം വചനം എന്താ പറയുക? സങ്കീർത്തനം 37:27, തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക, എന്നാൽ നിനക്ക് സ്ഥിര പ്രതിഷ്ഠ ലഭിക്കും. കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു, അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യാനാണ് കർത്താവ് ഇന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ പിഴവുകളിൽ നിന്ന് നീ പഠിക്കണം. ഇന്ന് എവിടെയെങ്കിലും പാപത്തിലോ തിന്മയിലോ അശുദ്ധിയിലോ വീണ് പോയിട്ടുണ്ടെങ്കിൽ നാളത്തെ ദിനം അത് ആവർത്തിക്കരുത്. ഈ നിമിഷം ഈശോയോട് ഒരു സോറി പറയണം. സോറി ജീസസ് എന്ന് പറയണം. ഹൃദയം കൊണ്ട് അനുതപിക്കണം. കർത്താവ് എല്ലാം നിന്നോട് ക്ഷമിക്കും കേട്ടോ. നാളെ നല്ലൊരു ദിനം ഉണ്ടാവട്ടെ കേട്ടോ. സർവ്വ അനുഗ്രഹങ്ങൾ ഐശ്വര്യം ഉണ്ടാവട്ടെ. സമാധാനമായി ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങാനായിട്ട് ഇന്നത്തെ രാത്രി നിനക്ക് സാധിക്കട്ടെ. മാലാഖമാരും വിശുദ്ധരും നിനക്ക് കൂട്ടായിരിക്കുകയും ചെയ്യട്ടെ കേട്ടോ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.